മുമ്പിലാണ്. ലീഡ് നില പകുതിയിലേറെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതും 30,000-ന് മുകളിൽ ഒരിക്കലും മുനിസിപ്പാലിറ്റിയിലെ 104 ബൂത്തുകൾ എണ്ണിത്തീരുമ്പോഴും BJP പോകില്ല എന്നും അതൊരു 28,000-ലേക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നും കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബോധ്യമുണ്ട്. ഏറ്റവും രസകരമായ വസ്തുത ഈ ഇലക്ഷന്റെ കൗണ്ടിംഗ് 14 റൗണ്ടായിരിക്കും. ഒരു റൗണ്ടിൽ പോലും UDF ലീഡ് ചെയ്യുന്നു എന്ന് ബ്രേക്ക് ചെയ്യാൻ സാഹചര്യം ഒരുങ്ങാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമായിരിക്കും പാലക്കാട്. അത് വേറൊന്നും കൊണ്ടല്ല, UDFന് വോട്ട് ഇല്ല എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. പകരം അതിൻ്റെ പാറ്റേൺ അങ്ങനെയാണ്. ആദ്യത്തെ 104 ബൂത്തുകൾ 7 റൗണ്ടുകളിലായിട്ട് എണ്ണുമ്പോൾ പിരായിരിയിലെ കുറച്ച് ബൂത്തുകളും കൂടി 8ാമത്തെ റൗണ്ടിലേക്ക് വരും. 9ഉം 10ഉം എക്സ്ക്ലൂസീവായിട്ട് പിരായിരി റൗണ്ടുകളാണ്. സാധാരണഗതിയിൽ ആ റൗണ്ടുകൾ എണ്ണുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്യുന്ന തുച്ഛമായ ലീഡിലേക്ക് UDF എത്താറുണ്ട്. പക്ഷേ 9ലും 10ലും നിരാശ മാത്രമായിരിക്കും UDFന് ഫലം. 10ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ഏകദേശം 30-നൊപ്പം എത്തുന്ന LDF 11, 12, 13 ഏറ്റവും അവസാനത്തെ 3 റൗണ്ടുകൾ വരെ കാത്തിരിക്കണം LDFന്റെ വിജയാഹ്ലാദം ബ്രേക്ക് ചെയ്ത് തുടങ്ങാൻ എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് കണക്കുകൾ എങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കണം. ആ മാത്തൂരും കണ്ണാടിയും എണ്ണുമ്പോൾ 43 ബൂത്തുകളാണ്, 22ഉം 21ഉം. കണ്ണാടിയിൽ ഒരു ഓക്സിലറി ബൂത്തും കൂടി ഉള്ളതുകൊണ്ട് അതും 22 ആകും. അങ്ങനെ 44 ബൂത്തുകളിലെയും കൃത്യമായ ആവറേജ് ലീഡ് UDFനേക്കാൾ 4,400-ഉം BJPയേക്കാൾ 6,600 എങ്കിലും എന്നുള്ളതാണ് ഞങ്ങളുടെ കൃത്യമായ കണക്കുകൂട്ടൽ. അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ അവസാനത്തെ റൗണ്ട് 2 ബൂത്തുകൾ മാത്രമേ എണ്ണാനുള്ള 179, 180 അത് നടക്കും. മൊത്തം 184 മെഷീനാണ് എണ്ണാനുള്ളത്. 4 ബൂത്തുകളിൽ ഓക്സിലറി ബൂത്ത് ഉണ്ടായിരുന്നു. അതിൽ 2 എണ്ണം മുനിസിപ്പാലിറ്റിയിൽ, 1 എണ്ണം പിരായിയിൽ, 1 എണ്ണം നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ണാടിയിൽ. 184 മെഷീനുകളാണ് 1 മുതൽ 14 എന്നുള്ള ആ ഓർഡറിൽ എണ്ണുക. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടെ ഓക്സിലറി ബൂത്ത് വരുന്നുണ്ടോ അവിടെ 14ന്റെ ഗുണിതങ്ങൾ എന്നുള്ള കൗണ്ട് തെറ്റും. ഉദാഹരണത്തിന് 83 കഴിഞ്ഞ് 83A ഉണ്ട്.